ഭാരതത്തിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ക്രൈസ്തവ മിഷണറിമാരുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ദർശനത്തിൻ്റെയും ദീർഘവീക്ഷണത്തിൻ്റെയും ഫലമായി രൂപം കൊണ്ടതാണ് CMS വിദ്യാലയങ്ങൾ. അക്കാദമിക് മികവ്, വിദ്യാർത്ഥി സൗഹൃദ വിദ്യാലയ അന്തരീക്ഷം, സ്വഭാവ രൂപീകരണം, സാമൂഹിക ഇടപെടലുകൾ, സാമൂഹിക മാധ്യമങ്ങളിൽ ഉള്ള ഇടപെടൽ, പാഠ്യേതര പ്രവർത്തനങ്ങളിലെ സജീവമായ പങ്കാളിത്തം, ശാരീരിക ക്ഷമതയും മാനസിക ആരോഗ്യവും ഉറപ്പാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ പുതിയ കാലത്തിൽ ജീവിക്കുവാൻ സജ്ജരാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അധ്യാപക രക്ഷകർത്ത വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ 1854 സ്ഥാപിതമായ CMS ഹയർ സെക്കൻഡറി സ്കൂൾ മല്ലപ്പള്ളിയുടെ തിലകക്കുറിയായി നിലകൊള്ളുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പ്രകൃതി നമ്മുടെ അമ്മയാണ്. അത് വായു, വെള്ളം, ഭക്ഷണം, സൗന്ദര്യം, പ്രചോദനം എന്നിങ്ങനെ ജീവിക്കാൻ ആവശ്യമായതെല്ലാം നൽകുന്നു. മലിനീകരണവും അനിയന്ത്രിതമായ ചൂഷണങ്ങൾ മൂലം നമ്മുടെ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ വെച്ചുപിടിപ്പിക്കൽ, ജൈവ വൈവിധ്യ സംരക്ഷണത്തിലൂടെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. വമ്പിച്ച വിജയവും അതിലുപരി സന്തോഷത്തിന്റെ നാളുകളാണ് ഞങ്ങൾ ചെയ്ത ചെണ്ടുമല്ലി, ജൈവ പച്ചക്കറി എന്നിവയിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഞങ്ങൾ വിശ്വസിച്ചതിനേക്കാൾ ഞങ്ങളെ വിശ്വസിച്ച മണ്ണാണ് CMS. ഞങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യത്തെ പടിയായിരുന്നു ചെണ്ടുമല്ലിത്തോട്ടം. ആരും ശ്രദ്ധിക്കപ്പെടാതെ മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന സ്ഥലത്തു നിന്നും മാലിന്യങ്ങൾ ശേഖരിച്ച് കഴുകി ഉണക്കി ചാക്കുകളിലാക്കിയ ശേഷമാണ് ഒരു കൂട്ടം സ്വപ്നങ്ങളും 1000 പ്രതീക്ഷകളുമായി CMS എന്ന കൊച്ചു മുത്തശ്ശിയുടെ മടിത്തട്ടിലേക്ക് ഞങ്ങളുടെ പവിഴമുത്തുകളാം ചെണ്ടുമല്ലി തൈകളെ നട്ടത്. മല്ലപ്പള്ളി കൃഷി ഓഫീസർ ശ്രീമതി പ്രീജാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ മാനേജർ റവറൻ ഷാജിയം ജോൺസൺ അച്ഛൻ, PTA പ്രസിഡന്റ് ഗീതൂച്ചി നായർ, പ്രിൻസിപ്പളും സ്കൗട്ട് മാസ്റ്ററുമായ ബാബു സാർ, ഗൈഡ് ക്യാപ്റ്റൻ അശ്വതി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ചെണ്ടുമല്ലി പൂക്കൾ കണ്ണിൽ നിന്നും മായാത്ത സ്വപ്നം തന്നെയാണ്. 4 തവണയാണ് ചെണ്ടുമല്ലി പൂക്കൾ വിളവെടുത്തത്. ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് മുഖാന്തരമാവും. കാരണം നമ്മളുടെ പാഴായ സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാക്കി അതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ബന്ദിപ്പൂക്കൾ വിടർന്ന മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരും ചേർന്നാണ് ബന്ദിച്ചെടികൾ ഇവിടെ നട്ട് പരിപാലിച്ചു വരുന്നത്. മലയാളികൾ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുമ്പോൾ മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ ഓണപ്പൂക്കളം ഒരുക്കാനായി ഒരു ചെണ്ടുമല്ലിത്തോട്ടം തയ്യാറാക്കി. ചെണ്ടുമല്ലിയിൽ നിന്നുള്ള വരുമാനം ഇന്നും ഞങ്ങൾ നിരവധി സത്പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. പൂന്തോട്ടത്തിൽ നിന്നും പൂക്കൾ ശേഖരിച്ച് സ്കൂളിൽ അത്തപ്പൂക്കളം തയ്യാറാക്കുകയും പൂക്കൾ സമീപ സ്കൂളുകളിൽ നൽകുകയും ചെയ്തു. സ്കൂളിൽ നടന്ന CSI വനിതാരവം പ്രോഗ്രാമിൽ പൂന്തോട്ടത്തിൽ ഒരു സെൽഫി പോയിന്റ് ക്രമീകരിക്കുകയും മനോഹരമായ ഫോട്ടോ എടുക്കുവാൻ അവസരമൊരുക്കുകയും ചെയ്തു. ജൈവ പച്ചക്കറി ജൈവ കേരളം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും നന്മയുടെ സന്ദേശം നൽകുവാനായി ജൈവ പച്ചക്കറി തോട്ടം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യാമോളസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡ്രിപ്പ് ഇറിഗേഷനും മൾച്ചിങ്ങും ക്രമീകരിച്ച് 500-ലധികം തൈകൾ നട്ടു. കൃഷിവകുപ്പുമായി സഹകരിച്ച് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങൾ നേതൃത്വം നൽകിയ ഈ പദ്ധതിക്ക് NSS, മാതൃഭൂമി, സീഡ് ക്ലബ് അംഗങ്ങൾ പിന്തുണ നൽകി. ജൈവ പച്ചക്കറി വിളവെടുപ്പ് ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത്. മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി P രാജപ്പൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യാമോളസ്, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഗീതൂച്ചി നായർ, ലോക്കൽ മാനേജർ റവറൻ ഷാജിയം ജോൺസൺ അച്ഛൻ,
എന്നിവർ പങ്കെടുത്തു. ഞങ്ങളുടെ തോട്ടത്തിൽ നിന്നും പച്ചക്കറികൾ ശേഖരിച്ച് സ്കൗട്ട്സ് ക്യാമ്പിൽ ഞങ്ങൾ തന്നെ പാചകം ചെയ്ത് ഉപയോഗിച്ചത് ഒരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ്. നിരവധി തവണയായി വിളവെടുത്ത പച്ചക്കറികൾ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അനധ്യാപകർക്കുമായി കൈമാറി. രണ്ടാം ഘട്ട ജൈവ പച്ചക്കറിയിൽ വിവിധ ഇനം പച്ചക്കറി തൈകൾ നട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വിദ്യാമുളസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഞങ്ങൾ കൊടുത്ത പരിപാലനത്തിന്റെ ഫലമായി ഓരോ ദിനവും കൈനിറയെ പച്ചക്കറികളാണ് ലഭിക്കുന്നത്. നമസ്കാരം. ക്ലോറിസ് ജൈവ പച്ചക്കറി തോട്ടത്തിന് മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. സ്കൂളിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി തോട്ടം നട്ടുപരിപാലിക്കുന്നത്. പ്രിൻസിപ്പൽ ബാബു മാത്യുവിന്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ കൃഷികൾ പുരോഗമിക്കുന്നത്. ജൂൺ 5 പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി സഹകരിച്ച് സംഘടിപ്പിക്കപ്പെട്ട ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രൊഫസർ KS ശ്രീകല സംസാരിച്ചു. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡോക്ടർ മാത്യു കോശി നൽകിയ സന്ദേശം കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ വലിയ അവബോധം നൽകുന്നതായിരുന്നു. രണ്ടാം വർഷത്തെ ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ് ശലഭ ഉദ്യാനം. പ്രകൃതിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഔഷധം എന്ന സത്യം പുതുതലമുറ മറന്നിരിക്കുകയാണ്. പ്രകൃതിയുടെ നന്മയെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ ശലഭ ഗാർഡൻ നിർമ്മിച്ചു. ശ്രീമതി വിദ്യാമുളസ് ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ട് മാസ്റ്റർ ബാബു സാർ, ഗൈഡ് ക്യാപ്റ്റൻ അശ്വതി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചഭംഗിക്കുപരി ശലഭ ഉദ്യാനം ശലഭങ്ങളെ മുട്ടയിടാൻ ക്ഷണിക്കുന്നു. വിവിധ ഇനം ചിത്രശലഭങ്ങളെ അവയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ നൽകി പരിപാലിക്കുക എന്നതാണ് ശലഭ ഉദ്യാനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. നല്ല ഭക്ഷണം, നല്ല ആരോഗ്യം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളും ആരോഗ്യ വകുപ്പും ചേർന്ന് ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ജങ്ക് ഫുഡ് എന്നതിലുപരി നമ്മുടെ പറമ്പിൽ സുലഭമായ വസ്തുക്കൾ കൊണ്ടൊരു ഭക്ഷ്യമേള നടത്തുകയുണ്ടായി. നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, സുന്ദര ഭൂമി എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS എന്നീ സംഘടനകളുടെ മുൻകരുതലിൽ ദീർഘകാലത്തെ മാലിന്യങ്ങൾ കൊണ്ട് മൂടിക്കിടന്നിരുന്ന ബസ് സ്റ്റാൻഡ്, മല്ലപ്പള്ളി ടൗൺ, മല്ലപ്പള്ളി പാലം എന്നിവിടങ്ങൾ വൃത്തിയാക്കി. പ്ലാസ്റ്റിക് എന്ന വില്ലനെ തകർക്കുവാൻ പേപ്പർ കൊണ്ടുള്ള പെൻ സ്റ്റാൻഡ്, സീഡ് പെൻ, പേപ്പർ ക്യാരി ബാഗുകൾ നിർമ്മിച്ചു. ഹരിതമണ്ണ് എന്ന ലക്ഷ്യവുമായി മണ്ണിനെ അറിഞ്ഞ് ഭൂമിയെ അറിഞ്ഞ് നിരവധി ബൊക്കഡോമകളും നിർമ്മിച്ചു. കൂടാതെ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ എന്നിവ വേർതിരിച്ച് നിക്ഷേപിക്കുവാനായി സ്കൂളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. ഇതിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്കും മറ്റു സംസ്കരണ ഫാക്ടറികളിലേക്കും കൈമാറുന്നു. ജലസംരക്ഷണത്തെ അടിസ്ഥാനപ്പെടുത്തി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ മഴക്കുഴികൾ നിർമ്മിച്ചു. കൂടാതെ നൂതന കൃഷിരീതിയായ മൾച്ചിങ്ങും ഡ്രിപ്പ് ഇറിഗേഷനും നടപ്പിലാക്കി. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിന്റെ അധ്വാനം പോലെയിരിക്കും അതിന്റെ ഫലങ്ങൾ. അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ CMS എന്ന കൊച്ചുമുത്തശ്ശിയെ ഹരിത വിദ്യാലയമായി തിരഞ്ഞെടുത്തത്. കൂടാതെ സ്കൂൾ പ്രിൻസിപ്പൽ എന്നതിലുപരി സ്കൗട്ട് മാസ്റ്റർ, ജില്ലാ കമ്മീഷണറുമായ ബാബു മാത്യു സാറിന് ഗുരുശ്രേഷ്ഠ അവാർഡ് ലഭിച്ചത്. മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ ഓരോ വർഷവും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളുടെ ഇപ്പോഴുള്ള ശലഭ ഗാർഡൻ ജൈവ വൈവിധ്യ ഉദ്യാനമാക്കുകയും ഒപ്പം വനം വകുപ്പിന്റെ വിദ്യാവനം പദ്ധതിയായ മിയാവാക്കി വനം നിർമ്മിക്കുന്നു. 450-ലധികം വ്യത്യസ്ത തരത്തിലുള്ള, അതായത് ഔഷധികൾ, കുറ്റിച്ചെടികൾ, വള്ളിച്ചെടികൾ, ചെറിയ വൃക്ഷങ്ങൾ, വലിയ മരങ്ങൾ ഉൾപ്പെടുന്ന സസ്യങ്ങളെ നട്ടുപരിപാലിക്കുകയും സസ്യങ്ങളുടെ ഡിജിറ്റൽ ലൈബ്രറി തയ്യാറാക്കുന്നതുമായ ഒരു പദ്ധതിയാണ് ഇത്. വനം വകുപ്പുമായി കരാർ ഒപ്പിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുന്നു. പുസ്തക പഠനം എന്നതിലുപരി കർഷക പഠനത്തിലാണ് പ്രാധാന്യം. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലെ മണ്ണിനെയും ജീവികളെയും നമ്മൾ മനസ്സിലാക്കാതെ വേറെ ആര് മനസ്സിലാക്കാനാണ്? ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ സ്കൂൾ പ്രിൻസിപ്പലും സ്കൗട്ട് മാസ്റ്ററുമായ ബാബു സാർ, ഗൈഡ് ക്യാപ്റ്റൻ അശ്വതി ടീച്ചർ, ലോക്കൽ മാനേജർ റെവറൻ ഷാജിയം ജോൺസൺ അച്ഛൻ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി, അധ്യാപകർ, അനധ്യാപകർ, കൃഷിവകുപ്പ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, നല്ലവരായ നാട്ടുകാർ എല്ലാവർക്കുമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു.